മഹാഭാരതത്തിൽ ഭീഷ്മോത്പത്തി വളരെ വികാരനിർഭരവും കൗതുകകരവുമാണ്. ഹസ്തിനപുരിയിലെ രാജാവായിരുന്ന ശാന്തനു ഒരിക്കൽ ഗംഗാനദിക്കരയിലൂടെ നടക്കുമ്പോൾ അതിസുന്ദരിയായൊരു സ്ത്രീയെ കാണാനിടയായി. അവൾ സാക്ഷാൽ ഗംഗാദേവിയായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ രാജാവ് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. വിവാഹത്തിന് സമ്മതിച്ച ഗംഗ ഒരു നിബന്ധന വെച്ചു. ഞാൻ എന്തുതന്നെ ചെയ്താലും അങ്ങ് എന്നെ തടയരുത്. അതിൻ്റെ കാരണം ചോദിക്കരുത്. എന്നെ തടയുന്ന ദിവസം ഞാൻ അങ്ങയെ വിട്ടുപോകും. രാജാവ് അത് സമ്മതിച്ചു. വിവാഹശേഷം ഗംഗാദേവിക്ക് 8 പുത്രന്മാർ ജനിച്ചു. എന്നാൽ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഗംഗ ആ കുഞ്ഞിനെ നദിയിൽ ഒഴുക്കിയെറിഞ്ഞു കളയുമായിരുന്നു. സത്യം പാലിക്കാൻ വേണ്ടി ശാന്തനു മഹാരാജാവ് ഹൃദയവേദനയോടെ ഇതെല്ലാം സഹിച്ചു നിന്നു. 7 കുഞ്ഞുങ്ങളെയും ഗംഗ നദിയിലെറിഞ്ഞു. 8ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴും ഗംഗ അത് ആവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ സഹികെട്ട ശാന്തനു മഹാരാജാവ് അവളെ തടഞ്ഞു. സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലാൻ നിനക്കെങ്ങനെ കഴിയുന്നു? നീ ആരാണ് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഗംഗ തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. വസിഷ്ഠ മഹർഷിയുടെ ശാപം കിട്ടിയ 8 വസ്തുക്കളായിരുന്നു ഈ കുഞ്ഞുങ്ങളായി ജനിച്ചത്. ഭൂമിയിലെ ദുരിതങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ അവരെ നദിയിലൊഴുക്കി ശാപമോക്ഷം കൊടുത്തത്. 8ാമത്തെ പുത്രൻ അല്പകാലം കൂടി ഭൂമിയിൽ കഴിയാൻ വിധിക്കപ്പെട്ടവനാണ്. വാക്ക് തെറ്റിച്ചതുകൊണ്ട് ഗംഗ ആ കുഞ്ഞിനെയും എടുത്ത് മറഞ്ഞുപോയി. വർഷങ്ങൾക്ക് ശേഷം സകല വിദ്യകളും അഭ്യസിച്ച ആ മകനെ ഗംഗ ശാന്തനുവിന് തിരികെ നൽകി. ദേവവ്രതൻ എന്നായിരുന്നു അവൻ്റെ പേര്. പിന്നീട് തൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിനായി എടുത്ത കഠിനമായ പ്രതിജ്ഞ കാരണം അദ്ദേഹം ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെട്ടു. പിതാവായ ശാന്തനു മഹാരാജാവിന് വേണ്ടിയാണ് ദേവവ്രതൻ ആ കഠിനമായ പ്രതിജ്ഞ എടുത്തത്. ഇത് ഭീഷ്മ പ്രതിജ്ഞ എന്നറിയപ്പെടുന്നു. ശാന്തനു മഹാരാജാവിന് സത്യവതി എന്ന മുക്കു സ്ത്രീയോട് അനുരാഗം തോന്നി. അദ്ദേഹം അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ സത്യവതിയുടെ പിതാവ് ഒരു നിബന്ധന വെച്ചു. സത്യവതിക്ക് ജനിക്കുന്ന പുത്രൻ മാത്രമേ ഹസ്തിനപുരിയിലെ അടുത്ത രാജാവാകാൻ പാടുള്ളൂ. രാജ്യത്തിൻ്റെ അവകാശിയായ ദേവവ്രതൻ ഉള്ളപ്പോൾ ശാന്തനുവിന് ഈ നിബന്ധന അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ദുഃഖിതനായി കൊട്ടാരത്തിൽ കഴിഞ്ഞു. എന്നാൽ തൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിനു വേണ്ടി ദേവവ്രതൻ 2 പ്രധാന തീരുമാനങ്ങൾ എടുത്തു. രാജാധികാരം ഉപേക്ഷിച്ചു. പിതാവിൻ്റെ സന്തോഷത്തിനായി താൻ രാജ്യം ഭരിക്കില്ലെന്നും സത്യവതിയുടെ മക്കൾക്ക് വേണ്ടി അധികാരം ഒഴിഞ്ഞുകൊടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ദാസരാജാവിന് അപ്പോഴും ഒരു സംശയമുണ്ടായിരുന്നു. ദേവവ്രതൻ രാജ്യം വേണ്ടെന്ന് വെച്ചാലും അദ്ദേഹത്തിൻ്റെ മക്കൾ ഭാവിയിൽ അവകാശവാദവുമായി വന്നാലോ? അപ്പോൾ ദേവവ്രതൻ ആ ഭയങ്കരമായ പ്രതിജ്ഞയെടുത്തു. ഞാൻ വിവാഹം കഴിക്കില്ല. ആയുഷ്കാലം മുഴുവൻ ബ്രഹ്മചാരിയായി തുടരും. ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലെയുള്ള ഈ കഠിനമായ പ്രതിജ്ഞ കേട്ട് ദേവന്മാർ ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി നടത്തി. ഭീഷ്മൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചു. മകൻ്റെ ഈ വലിയ ത്യാഗത്തിന് സംപ്രീതനായ ശാന്തനു മഹാരാജാവ് ഭീഷ്മർക്കൊരു വരം നൽകി. ഇച്ഛാമൃത്യു, അതായത് സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ മരണം അദ്ദേഹത്തെ തേടി വരില്ല. ഇതുകാരണം കുരുക്ഷേത്ര യുദ്ധത്തിൽ 10 ദിവസം പൊരുതി വീണിട്ടും ഉത്തരായന കാലം വരുന്നതുവരെ അമ്പേത്തു ശയ്യയിൽ, അതായത് ശരശയ്യയിൽ കിടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു.